നമസ്കാരം. ഞാൻ മൊയ്തീൻ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും. ക്യാപ്റ്റൻ ലക്ഷ്മി മഹതിയുടെ ജന്മദിനമാണെന്ന് മഹതിയുടെ ഓർമ്മ പുതുക്കുന്നു. മറ്റത് നിപ്പ രോഗം ബാധിച്ച് 14 വയസ്സുകാരനായ ഒരു പയ്യൻ മരിച്ചു വരും. നിങ്ങൾ അറിഞ്ഞില്ല? അത് പയ്യൻ കഴിച്ചത് കാട്ട് അമ്പഴങ്ങ എന്നൊരു പഴം കഴിച്ചതാണ്. ഈ അമ്പഴങ്ങ എന്ന പഴം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും, ഈ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാവില്ല. ഞാനൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്ത് വളരെയധികം വനങ്ങളും ഇതുപോലെ കാട്ട് ചെടികളും പഴങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ പയ്യൻ അത് കഴിക്കാനുള്ള 2 കാരണമാണ് മനഃശാസ്ത്രം പറയുന്നത്. ഒന്ന് ദാരിദ്ര്യം, മറ്റൊന്ന് കൗതുകം. 14 വയസ്സിലെ കുട്ടിയല്ലേ, അപ്പോൾ ഒരു പയ്യനെന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് കൗതുകം ഉണ്ടാവും. ഈ പഴം കണ്ടപ്പോൾ അവരോട് കൗതുകം തോന്നി കഴിച്ചു. ഒരു ദാരിദ്ര്യം, കർക്കിടക മാസമാണ്. നമുക്ക് ടൗണിലൊന്നും ദാരിദ്ര്യമില്ലെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ ദാരിദ്ര്യത്തിൻ്റെ മാസമാണ് കർക്കിടക മാസം കൊണ്ട്. പണ്ട് മുതലേ അതെ. സിറ്റിയിൽ താമസിക്കുന്നവർക്കൊക്കെ ഭക്ഷണം വാങ്ങിച്ചിട്ട് എന്തുമാത്രം ഭക്ഷണമാണ് പാഴായി കളഞ്ഞ് വേസ്റ്റിലിട്ട് അത് അവിടെ ചീഞ്ഞ് നാറി. എന്നാൽ അത് പട്ടികൾക്കോ മറ്റ് മൃഗങ്ങൾക്കോ തിന്നാൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ദൂഷ്യമുണ്ട്, പട്ടി പെറ്റു വരും. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ കണ്ടമാനം ഭക്ഷണം വേസ്റ്റ് കൊണ്ടുപോയി കൂട്ടിയിട്ട് മാസങ്ങൾ കഴിയുമ്പോൾ ഒരുമിച്ച് കത്തിച്ച് വായു മലിനീകരണമുണ്ടായി മനുഷ്യവാസത്തിന് പോലും അപകടം ഉണ്ടാക്കുന്നു. ഒരു വശത്ത് മനുഷ്യൻ പട്ടിണി കിടന്ന് ദാരിദ്ര്യം അനുഭവിക്കും, വേറൊരു വശത്ത് മൃഗങ്ങളെല്ലാം പട്ടിണി കിടന്ന് ജീവിക്കുന്നു. ആ ഒരു സമതുലിതാവസ്ഥ, ഒരു ഈക്വലൈസേഷൻ കാണുന്നില്ല. പ്രകൃതി ഇങ്ങനെ കാർബൺ സൈക്കിൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടെങ്കിലും അവർ ഇത് കാണുന്നില്ല. അപ്പോൾ ഏതായാലും ആ കുഞ്ഞു മോനെ സങ്കടം കൊണ്ടും എൻ്റെ കുഞ്ഞോട് പറയട്ടെ. കാരണം 14 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ കടന്നു വന്നല്ലേ, ഭാവികൾ എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണ്. മരിച്ചുപോയി. അപ്പോൾ ബഹുജനങ്ങളെ നമ്മുടെ ഇത് കേൾക്കുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കുക. ദാരിദ്ര്യം, കഷ്ടപ്പാടൊക്കെ ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. വളരെ അപകടപ്പെട്ട കാര്യം. ഞാൻ നിങ്ങളോട് ഒരു കണക്ക് പറയാം. അത് മറ്റൊന്നുമില്ല. ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് 98% പേരും നോൺ വെജ് കഴിക്കുന്നവരാണ്. കേവലം വെജ് മാത്രം കഴിക്കുന്നത് ജനസംഖ്യയിൽ 2%. അതേ സ്ഥാനത്ത് ഈ 98% സ്ഥിരം നോൺ വെജ് കഴിക്കും, നല്ല പറഞ്ഞ്, പക്ഷെ കഴിക്കും സാന്ദർഭികമായിട്ടെങ്കിലും. അപ്പോൾ 98% നോൺ വെജ് കഴിക്കുന്ന നമ്മുടെ നാട്ടിൽ അത് മാറ്റി നമ്മൾ വെജിനെ പ്രോത്സാഹിപ്പിച്ചാൽ, ചില കുബുദ്ധികളും ചില സംഘപരിവാറൊക്കെ പറയുന്നത്, കുബുദ്ധികൾ ഞാൻ പറയുന്നത് ഇതാണല്ലോ, നോൺ വെജ് പാടില്ല, വെജ് ആകണമെന്നാണ്. പശുവിനെ ഇറക്കാൻ പാടില്ല, അല്ലെങ്കിൽ കാളയെ കൊല്ലാൻ പാടില്ല, മത്സ്യങ്ങൾ കഴിക്കാൻ പാടില്ല ഒരു പറയുന്നുണ്ട്. അത് പാല് കഴിക്കാൻ പാടില്ലെന്നും മുറ്റ കഴിക്കാൻ പാടില്ലെന്നും, എന്തിനേറെ ഉള്ളി, വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ യാത്രയിൽ പോയ ഒരു സംഘപരിവാർ ടീം ഒരു ഹോട്ടലിൽ കയറി ഇപ്പോൾ ഉള്ളി കണ്ട് അവസാനം തല്ലി പൊളിച്ച ഹോട്ടൽ. മനസ്സിലാക്കണം, ഉള്ളി പോലും നോൺ വെജായിട്ട് കണക്കാക്കാണ്, പാൽ നോൺ വെജാണ്, മുട്ട നോൺ വെജാണ്. ഇങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ, ചിന്താശക്തി തീരെ നശിച്ചിട്ടില്ലാത്ത ഇന്ത്യൻ പൗരന്മാരോടും എൻ്റെ സഹോദരന്മാരോടും പറയണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 98% നോൺ വെജ് കഴിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ 100% വെജിലേക്ക് മാറ്റിയാൽ, ഇപ്പോഴത്തെ തക്കാളിക്ക് 100 രൂപ, സവാളക്ക് 50-60 രൂപ അങ്ങനെ പോകുന്നു, വെളുത്തുള്ളിക്ക് 200 അങ്ങനെ പോവുകയാണ്. 1 കിലോ തക്കാളിക്ക് 1000 രൂപ കിട്ടുമോ?
നിങ്ങൾക്കറിയാലോ, മീൻപിടുത്തം ഈ 45 ദിവസം നിരോധിച്ച പേരിൽ ഒരു കിലോ ചാളക്ക് 400 രൂപയും ആർക്കും വേണ്ട സാധനമാണ്. പക്ഷെ ലഭ്യത കുറയുകയും ആവശ്യം കൂടുകയും ചെയ്യുമ്പോൾ വില വർധന സ്വാഭാവികമാണെന്നുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ടല്ലോ. അത് കൊമേഴ്ഷ്യൽ ഡിഗ്രി ഒന്നും എടുക്കണ്ട, സാധാരണക്കാർക്ക് മനസ്സിലാവും. ഒരിക്കൽ കൂടി പറയാം, ലഭ്യത കുറയുകയും ആവശ്യക്കാർ കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വില വർധന ഉണ്ടാവും. അതാണ് കൊച്ചു ചാള നിസ്സാരം, ആർക്കും വേണ്ട ചാള 400 രൂപ. എന്നൊരു തമാശ പറഞ്ഞു. ഒരു പെണ്ണിനെ ആലോചിച്ച് ചെന്നപ്പോൾ അവൻ പണക്കാരനല്ല പാവപ്പെട്ടാന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇയാളെ അന്വേഷിച്ച് ചെന്ന് ചിലപ്പോൾ കടയിൽ നിന്ന് പറയാണ് 4 കിലോ ചാളയും 2 കിലോ തക്കാളിയും ഓർഡർ ചെയ്യാണ്, റെഡി ക്യാഷ്. അത് വന്ന് തിരിച്ചു വന്നിട്ട് ആ പെണ്ണിൻ്റെ അച്ഛൻ പറയാണ്, തമാശയാണിപ്പോഴും, നീ പറഞ്ഞില്ലേ അവൻ ചാതനക്കാരാണ്. അങ്ങനെയല്ല, അവൻ വലിയ പണക്കാരാണ്. 4 കിലോ ചാളയും 2 കിലോ തക്കാളിക്ക് റെഡി ക്യാഷ് വാങ്ങിക്കാണ്. അവൻ സമ്പന്നൻ തന്നെയാണ്. ഇപ്പം എൻ്റെ മകൾ കണ്ടുപിടിച്ച പുളിങ്കൊമ്പാണ് എന്ന് പറയും പോലെ. അങ്ങനെ വരുമ്പോൾ 1 കിലോ തക്കാളിക്ക് 1000 രൂപ കിട്ടുമോ? കാരണം ഉൽപ്പാദനം എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിച്ചാൽ ഒരു 1000 കിലോ തക്കാളി കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത കിലോയിൽ മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നോട്ടടിക്കുമ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അത് ഭൂമിയിലേക്ക് ഇടണം, അത് നിശ്ചിത സമയത്തൊക്കെ വളർന്ന് വേണം, അത് പാകം ചെയ്ത് എടുത്ത് കൊള്ളണം. അപ്പോൾ ഒരു 10,000 കോടിയായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി വെട്ടത് 10 ടൺ 100 ടൺ 1000 ടൺ ഉണ്ടാക്കാൻ പറ്റില്ല. അജിരേണ പാർത്താൽ ഗുണപൂർത്തി കാണാൻ പ്രയാസമല്ല ഈശ്വര സൃഷ്ടിതത്തിൽ എന്ന് പറഞ്ഞാലേ നമ്മളിതൊക്കെ അജിരേണ ക്രമേണ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവസാനം 400 രൂപക്ക് 100 രൂപ ചാള 400 ആയതുപോലെ അത് വെറും 40 ദിവസം കൊണ്ടാവും, അത് ഞാൻ മാറും. ഈ തക്കാളിക്കൊക്കെ എത്ര വിലയാവും? അപ്പോൾ എൻ്റെ മണ്ടന്മാരായ സംഘപരിവാർ ദുഷ്ടബുദ്ധികളെ, നിങ്ങളൊന്ന് ചിന്തിക്ക്. നമ്മുടെ ഈ രാജ്യം ഭൗതികമായിട്ട് ജീവിക്കണ്ടേ? ഭൗതികമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം വേണ്ടേ? നിങ്ങൾ ഈ പശുവിനെ അറക്കാൻ പാടില്ല, പശുവിനെ പിന്നെ പുരോഗതിയിൽ വയ്ക്കുന്നു, ആയിക്കോട്ടെ, ഞാനത് കുറ്റപ്പെടുന്ന വിശ്വാസമാണ്. പക്ഷേ ബാക്കി കാര്യങ്ങളോ? ഇനി പശുവിനെ അറക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു തത്വശാസ്ത്രം, അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. തത്വശാസ്ത്രം നമ്മൾ എടുത്തതിൽ അതൊരു വിശ്വാസമാണ്. ഓക്കെ, വിശ്വാസം നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, അതാണ്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രം എടുത്താലോ, ഇങ്ങനെ പാല് മുറ്റി പാല് തരാതിരിക്കുന്ന പശുക്കളെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പശുക്കളെ ഉടമസ്ഥൻ തെരുവിലേക്ക് ഇടും. കാരണം അറക്കാൻ പാടില്ല, വീട്ടിൽ നിർത്തി ചെലവ് കൊടുക്കാൻ പറ്റുമോ? അത് പ്രായമായ മനുഷ്യരെ വർഗത്തിൽപ്പെട്ട അച്ഛനും അമ്മയും പോലും അന്വേഷിക്കാത്ത തലമുറയാണ് ഇന്ന് ലോകത്തുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ അന്വേഷിക്കാത്ത ഈ മൃഗങ്ങളെ അന്വേഷിക്കുമോ? ഇല്ല. അവരെന്താ ചെയ്യുക? റോഡിലേക്ക് അടിച്ചിറക്കും. റോട്ടിൽ ഇപ്പോൾ പൂച്ച കുളത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ അവിടെ കൊണ്ടാക്കും, അവിടെ മീനെന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ട് അതുപോലെ റോഡിലേക്ക്. അങ്ങനെ റോഡിലേക്ക് ഇറങ്ങുന്ന പശുക്കൾ ലക്ഷങ്ങളാണ്. അതാണ് അയോധ്യ ഭാഗത്തൊക്കെ കർഷകരെ വലിയ പ്രശ്നം അറിയോ, അവർ കൃഷിഭൂമി നശിപ്പിക്കുന്നു, ഇങ്ങനെ ആയിരക്കണക്കിന് പശുക്കൾ. ഇത് ഏറ്റവും വലിയൊരു കൺകണ്ട ഉദാഹരണം പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഗുജറാത്തിൽ ഭൂകമ്പത്തിന് ശേഷം വന്ന വെള്ളപ്പൊക്കം കൂടി ചേർത്തിട്ട് അവിടെ പ്ലേഗ് രോഗം വന്ന് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. ആ പ്ലേഗ് രോഗം വരാനുള്ള കാരണം എന്നറിയോ? നിങ്ങൾക്കറിയാം, വീണ്ടും ഞാൻ പറയട്ടെ, ഇപ്പോൾ മനുഷ്യരെ പോലും ശരിക്ക് സംസ്കരിക്കാത്ത, ഇപ്പോൾ ഗംഗയിൽ ഒഴുക്കുന്ന ശവം മുഴുവൻ കത്തിക്കാതെയാണ്, ഒന്ന് ചൂടാക്കി കത്തി കഴിയുമ്പോൾ ഗംഗയിൽ കിട്ടുക. അങ്ങനെ പകുതി കരിഞ്ഞ മൃതദേഹങ്ങൾ ഗംഗയിൽ കൂടി ഒഴുകുന്നത് കാണാതെ ഞാൻ പോയിട്ടില്ല. അതുപോലെ എന്തെങ്കിലും വേണ്ടത്ര ചെയ്യാറില്ല പല സ്ഥലങ്ങളിലും, പല ജാതി ഒരു ഹിന്ദു മാത്രമല്ല കേട്ടോ അത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ പശുവിനെ മുനിസിപ്പാലിറ്റി വന്ന് കുഴിച്ചെന്നേരോ ഒന്ന് ഈ പൂച്ച പിന്നെ അപ്പിയിട്ട് മാന്തി വിടില്ലേ, ചിലപ്പോൾ മണ്ണുണ്ടാവില്ല, കാലോട് കാണിക്കും. അപ്പോൾ അവർ വിചാരം മണ്ണുണ്ടായാലും മണ്ണില്ലാത്തടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, മണ്ണില്ലാതെ വീട്ടിൽ പോലും മാറിട്ട് ഇറയിൽ പൂച്ച അപ്പിയിട്ട് കാലോട് മാന്തിട്ടുണ്ട്, അവിടെ മണ്ണ് കിട്ടുമോ? അപ്പോൾ മണ്ണില്ലാതെ ഒന്ന് തോണ്ടിയിട്ടുണ്ട്, അവരോട് ഉദ്യോഗസ്ഥന്മാരല്ല, അവരോട് പോകും, ജോലിക്കാരില്ലേ. അങ്ങനെ ആയിരക്കണക്കിന് പശുക്കൾ ഗുജറാത്തിൽ കുഴിച്ചിട്ടുണ്ടായി. ഈ അറക്കാൻ പറ്റാത്ത കാരണമുണ്ട്, ഏറ്റവും കൂടുതൽ അറക്കാൻ പറ്റാത്ത ആദ്യം തുടങ്ങി ഗുജറാത്തിലാണല്ലോ. അപ്പോൾ ഈ പ്ലേഗ് വന്ന് ഇത് ഈ വെള്ളപ്പൊക്കം ഭൂകമ്പം കൂടി വന്നപ്പോൾ ഇതെല്ലാം വെള്ളം പൊങ്ങി അങ്ങോട്ട് വന്ന് ഭൂമിയിലേക്ക് മുകളിലേക്ക്, അങ്ങനെ പ്ലേഗ് രോഗം കൊണ്ടായി ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു ഗുജറാത്തിൽ. അധികം കാലമൊന്നുമില്ല, 10-15 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ജീവിക്കട്ടെ ലോകത്ത്, ജീവിച്ചിട്ടില്ലേ എന്തുമായാലും മുസ്ലിമായാലും ക്രിസ്ത്യൻ ജീവിക്കുള്ളൂ. ആ ജീവിക്കണമെങ്കിൽ സാമ്പത്തിക സൗകര്യം വേണം, അല്ലെങ്കിൽ നമ്മുടെ മോഡിജിയുടെ ഭാഷ ജൈവ വസ്തുക്കൾ വേണം തിന്നണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പശുവിനെ അറക്കണ്ട, ഒന്നിനെ അറക്കണ്ട, നോൺ വെജേ വേണ്ട,
മുട്ട വേണ്ട, പാലും വേണ്ട, ഈ ഉള്ളി പോലും വേണ്ട. നമുക്ക് തക്കാളി പോലെയുള്ള പയർ പോലും മതി. വെജിറ്റേറിയൻ, പ്യൂർ വെജിറ്റേറിയൻ, ബി ഇന്ത്യൻ പ്യൂർ വെജിറ്റേറിയൻ. ഓക്കെ. അങ്ങനെ വന്നാൽ അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക് സയൻസിലെ ധനശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് എന്നെങ്കിലും കാലത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു സംഘവിരോധമോ അല്ലെങ്കിൽ RS വിരോധമായിട്ട് പറഞ്ഞില്ല. ഞാൻ അവർക്കും അതൊരു പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനം വളരെ ഒരു കുഴപ്പമില്ല, ഇന്ത്യയിലൊരു ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സാമ്പത്തിക വശം, ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ പിന്നെ സാമ്പത്തിക വശങ്ങൾ ജീവിക്കാൻ പറ്റുമോ? അതിൻ്റെ തക്കാളി കിട്ടുമോ? എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിനെ ഉപദേശിക്കാൻ ബുദ്ധിയുള്ള ആരുമില്ലേ നമ്മുടെ രാജ്യത്ത്? സാമാന്യ ബുദ്ധിയുള്ള, ചിന്താശക്തിയുള്ള, പ്രായോഗികമായി ചിന്തിക്കുന്ന, പ്രാക്ടിക്കൽ നോളജുള്ള ഒരാൾ പോലും നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ ആയിപ്പോയോ? ഇതേതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായം പറഞ്ഞെങ്കിൽ ഉടനെ അത് വർഗീയമായി ചിന്തിക്കും. പക്ഷെ ഭൂരിപക്ഷ സമുദായങ്ങൾ രംഗത്ത് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതെന്താ പറഞ്ഞാൽ ഇവിടെ പ്രവാചകന്റെ മുടി കഴുകി വരുന്ന വെള്ളം അത് വളരെ ദിവ്യമാണെന്ന് പറഞ്ഞാൽ അത് വിറ്റ് കാശാക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പോൾ അതിനെ സമുദായത്തിൽ ഒരു വിഭാഗം ശക്തമായി എതിർത്തു. അത് നിങ്ങളെ പറഞ്ഞത് മുഴുവൻ ശരിയല്ല. പക്ഷെ എൻ്റെ ചാണകം തിന്നണമെന്നും ഗോമൂത്രം കഴിക്കണമെന്നും പറഞ്ഞ് പ്രചരിച്ചപ്പോൾ അതിൽ ശാസ്ത്രീയതയുണ്ട്, പിന്നെ പലതും ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഇന്ത്യയിൽ ചിന്തിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഹിന്ദു നേതാക്കൾ, ഹിന്ദു സമുദായത്തിൽ ലീഡേഴ്സ് അതങ്ങനെയല്ല എന്ന് ഒരു കുഞ്ഞെങ്കിലും പറഞ്ഞിരുന്നോ? അക്കാര്യത്തിൽ എനിക്ക് അവർ വലിയ വിഷമമുണ്ട്. മറ്റൊരു കാര്യത്തിലും ഹിന്ദു സമുദായത്തിൽ എനിക്ക് മടക്കമില്ല. കാരണം അവരെല്ലാം എല്ലാ നിലക്കും ഉന്നതരാണ്, സാഹോദര്യത്തിൻ്റെ ആളാണ്. പക്ഷെ ഈ ഒരു അനീതി ഗുജറാത്തിൽ മാത്രമേ ഉണ്ടായി ഇട്ട് ഏതെങ്കിലും ഹിന്ദു സന്യാസി, ഹിന്ദു നേതാവോ, സംഘപരിവാറല്ലേ പറഞ്ഞു, മറ്റുള്ളവർ സംഘപരിവാർ പറയില്ല, അവർ പ്രോത്സാഹിപ്പിക്കണല്ലോ, പറഞ്ഞോ നിങ്ങൾ പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് യുക്തിയില്ല, സത്യമല്ല എന്ന്? ഇന്നാണ് നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞില്ലേ, നമ്മുടെ സ്പീക്കർ പിന്നെ നമ്മുടെ ഇത് പറഞ്ഞല്ലോ. സ്പീക്കർ എന്താ പറഞ്ഞത്? അത് ശാസ്ത്രീയമായിട്ട് അന്ന് ഏറ്റവും ആദ്യത്തെ പിന്നെ പ്ലാസ്റ്റിക് സർജറി ഇതിൻ്റെ ആണ്, ഗണപതിയുടെ ഇതാണ് എന്ന് പറയുമ്പോൾ അതാണ് അന്ന് പുള്ളി പറഞ്ഞത്. അന്ന് ഇത് പിന്നെന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി ഒന്നും ഇല്ല, ശാസ്ത്രീയമല്ലാതെ. അല്ലെങ്കിൽ ഗണപതി വിശ്വസിക്കട്ടെ, അത് വിശ്വാസം, അതിൽ ചോദിക്കുന്നില്ല. അതിന് പറഞ്ഞറിയോ, ഗണപതിയെ എതിർത്തു, ഹിന്ദു സമുദായം എതിർത്തു. NSS പറഞ്ഞ പോലെ, സുകുമാരൻ നായർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം അഡ്വക്കേറ്റ് ജയശങ്കർജി പറഞ്ഞു. അപ്പോൾ ജയശങ്കർജി, നാരായൺജി, നിങ്ങൾക്ക് ചിന്തിക്കുന്നത് മനസ്സുകൊണ്ടാണോ അതോ ആശ്രയം കൊണ്ടാണോ? എന്താണ്? ഞാൻ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആളല്ല, സ്പീക്കർ ആളുമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഗണപതിയുടെ ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയാണെന്ന് ഒരു ബുദ്ധിജീവികളുടെ, അതായത് സയൻസ് ശാസ്ത്രജ്ഞന്മാരുടെ യോഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ, അത് പത്രത്തിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു പരിപാടിയിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞു അത് ശരിയല്ല, ഗണപതിയെ ആ വിശ്വാസമല്ല, ശരിയല്ല, തലവതി അതാണ് പ്ലാസ്റ്റിക് സർജറിയാണ് അത് നടന്നത് അതിൻ്റെ ലോകത്തെ ആദ്യത്തെ എന്നുള്ളത്. അതിൽ ശാസ്ത്രീയ തെളിവില്ലാതെ പറഞ്ഞുള്ളൂ. അതിന് അദ്ദേഹത്തെ പറഞ്ഞല്ലോ. അതായത് സംഘപരിവാറിനെതിരെ, RSSനെതിരെ, BJPക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധം അല്ലെങ്കിൽ തെറ്റ് പറഞ്ഞാൽ ഉടനെ അത് ഹിന്ദുവിനെതിരെ എന്ന് അയക്കും. ഹിന്ദു എവിടെ കിടക്കുന്നു, സംഘപരിവാർ കിടക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കരുത്. സംഘപരിവാറിനെതിരെ പറഞ്ഞു പോയ ഉടനെ അത് ഹിന്ദുക്കളെതിരെ എന്നുള്ളതാണ് ഈ പ്രശ്നം. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഡെറ്റോൾ എന്നുള്ളത് ഒരു അണുനാശിനിയാണ്. അല്ല, അണുനാശി ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേരാണ് അണുനാശി എന്നല്ല എൻ്റെ അർത്ഥം. അണുനാശി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഡെറ്റോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെറ്റോൾ എന്ന് കേട്ട അണുനാശിയായി. അതുപോലെ സംഘപരിവാറിനെതിരെ എന്തെങ്കിലും വിമർശിച്ചാൽ അത് ഉടനെ ഹിന്ദുക്കൾക്കെതിരെയായി. അത്രയും തട്ടിപ്പൊന്നും വേണ്ട കേട്ടോ. അത് വേണ്ട എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. എന്നോട് പറയൂ, നമ്മുടെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള ഇലക്ഷൻ, അതായത് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായി ഒരു ടൈം കഴിഞ്ഞപ്പോൾ രണ്ടാമത് ടൈം ഇലക്ഷൻ വന്നപ്പോൾ ആ ഭരണത്തിൽ കാര്യം ഒരു കുഴപ്പമില്ല. ബാങ്കുഞ്ഞിൻ്റെ പാലമൊക്കെ പറയെങ്കിലും അതിൻ്റെ വേറെ ടെക്നിക്ക് ഞാൻ പറഞ്ഞല്ലോ, വലിയ കുഴപ്പമില്ല, റോഡൊക്കെ ക്ലീനായിരുന്നു. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹം ചെയ്ത ഒരു വഞ്ചന, അത് മരിച്ചാൽ പറയാൻ പാടില്ല എന്നറിയോ. അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സുധീറിനോ അല്ലെങ്കിൽ
രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. ഇദ്ദേഹം സരിത കേസായിട്ട് ഇവിടെ പോവും, കോടി കയറി ഇറങ്ങണം. ഈ സരിത കേസിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് 20 മന്ത്രിമാരിൽ 19 മന്ത്രിമാരിൽ പെട്ടുപോയി, ഒരു മന്ത്രി പെട്ടില്ല. പെട്ടെന്ന് പറയാമെന്നതിൽ അത് വനിതയായിരുന്നേ. അതിപ്പോൾ പറയുമ്പോൾ കുറേ വേണ്ടി വരും. അപ്പോൾ അദ്ദേഹം സരിത കേസായിട്ട് സോളാർ കേസായിട്ട് കോടി കയറി ഇറങ്ങണം. പക്ഷേ അത് നരമിശ്രാവ് ചെയ്ത പോലെ. പക്ഷേ ബാക്കി പിന്നീട് നമ്മുടെ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ സുധീറോ മുഖ്യമന്ത്രിയാവും. കയറാനേക്കാൾ വില്ലത്തരം അല്ലെങ്കിൽ യുക്തി തൻ്റെയും തന്ത്രവും അറിയാവുന്ന പിണറായി സമ്മതിക്കുമോ? പിന്നെ ഉമ്മൻചാണ്ടി സമ്മതിക്കുമോ? അപ്പോൾ ഉമ്മൻചാണ്ടി ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം 800ഓളം കടുംവെട്ട്, അത് ഈ കരിക്കൻ ആലപ്പുഴയിലെ കരിക്കൻ കയറുന്നല്ലോ നമ്മുടെ പാടശേഖരമൊക്കെ, അതിനെക്കുറിച്ച് അങ്ങനെ 800 കടുംവെട്ട് പറ്റിയപ്പോൾ ജനങ്ങൾ പിണങ്ങി. അങ്ങനെയാണ് ആ ഭരണം കളഞ്ഞത്. ആ ഭരണം കളഞ്ഞപ്പോൾ ഒരു കാര്യം അദ്ദേഹം രക്ഷപ്പെട്ടതല്ലേ, പിണറായും പുള്ളിക്കൂടി ധാരണ എത്തിയിടേ, നിങ്ങൾ അകത്താക്കിയില്ല, മന്ത്രിസഭ കുഴപ്പമുണ്ടാക്കില്ല എന്നൊരു ഗ്യാരണ്ടി കിട്ടി. പിന്നെ എന്താ പഠിക്കുക? അകത്ത് പോയില്ല, ഒന്നുമില്ല, കേസേ ഉണ്ടായില്ല. വല്ല കൊട്ടിക്കോശ് വന്ന കേസ് പിണറായി സഖാ വന്ന് ആദ്യത്തെ 5 വർഷം കൊണ്ട് സരിത കേസോ അല്ലെങ്കിൽ പിന്നെ സോളാർ കേസ് ഒരു നടപടിയുണ്ടായോ? ഒരു നടപടിയുണ്ടായി ഇപ്പോഴുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റല്ല, ക്ലീൻ പോയിന്റ്. ഒരു മനഃശാസ്ത്രമാണ്, തത്വശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ് നമ്മുടെ യോഗിയുടെ പരിപാടി. അന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പറഞ്ഞു BJP അധികാരത്തിൽ വന്ന് ആദ്യം മാറ്റുന്നത് യോഗിയാണെന്നോ. കാരണം സഹിതം പറഞ്ഞു യോഗി അതിൻ്റെ ഒപ്പം വരാണ്, ഒപ്പം നോക്കും. അപ്പം യോഗിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായോ? എൻ്റെ സ്ഥാനം അധികം നിലനിൽക്കുന്നില്ല. അപ്പം ഞാൻ എന്നെ മാറ്റുകയാണെങ്കിൽ അതോടെ ഭരണം പോട്ടെ. അതെങ്ങനെയെന്നറിയുമോ? അപ്പോൾ ഇപ്പോഴത്തെ UPയിലെ ഭരണ സിസ്റ്റം അല്ലെങ്കിൽ പ്ലാൻ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് കരുക്കൾ നിൽക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് അനുകൂലമായി നിൽക്കുമ്പോൾ വരുന്ന 10 സീറ്റും BJPക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ അപ്പോൾ BJP ഭരണം തന്നെ പോവുകയാണ്. അപ്പോൾ ഞാനില്ലെങ്കിൽ ഭരണം വേണ്ട എന്നുള്ള ഉമ്മൻചാണ്ടി കളിച്ച അതേ തന്ത്രമാണ് ഇപ്പോൾ മോഡിക്കെതിരെ യോഗി കളിക്കുന്നത്. സഖാക്കൾക്ക് അല്ലെങ്കിൽ പിന്നെ സംഘപരിവാറിൽ മനസ്സിലാകുന്നുണ്ടോ? അതായത് RSSന് എതിരെ പിന്നെ മോഡി, യോഗിക്കെതിരെ മോഡി. അതാ അന്ന് പറഞ്ഞത്, അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറയില്ല, അടി തെറ്റിയാൽ മോഡിയും വീഴുമെന്ന്. ഇപ്പം ഇന്നത്തെ ബഡ്ജറ്റ് കണ്ടല്ലോ. എന്താണ് ബഡ്ജറ്റിൽ? 2 സംസ്ഥാനങ്ങൾ വിലക്ക് വാങ്ങി, ബീഹാറിനെയും ആന്ധ്രയും. അത്ര ബഡ്ജറ്റുള്ളൂ. മുഴുവൻ അങ്ങോട്ട് ചോദിച്ചു. ബാക്കിയുള്ള കേരളത്തിൻ്റെ പേര് പോലും ഉച്ചയിച്ചില്ല. അതിപ്പോൾ പരാതി പറയണ്ടല്ലോ. ഞാൻ ഈ സുരേഷ് ഗോപിയോട് ഇന്നലെ പറഞ്ഞു, പണ്ടിന് ഒരാഴ്ച മുമ്പ് എയിംസ് ഒന്നും വരാൻ പോകുന്നില്ല. എയിംസ് വരാൻ പോകുന്നത് കാരണം കഴിഞ്ഞ നമ്മൾ പിന്നെ ഉമ്മൻചാണ്ടി കാലത്ത് മന്ത്രിയായിരുന്ന ശിവകുമാർ, നമ്മുടെ ട്രിവാൻഡ്രത്തരൻ ആരോഗ്യമന്ത്രി, അദ്ദേഹം എയിംസിനെ കുറിച്ച് എയിംസ് വേണമെന്ന് ലിസ്റ്റിൽ പോലും കൊടുത്തില്ല. അതിനുശേഷം 2 ഗവൺമെൻറ് വന്നല്ലോ, അവർ കൊടുത്തത് എനിക്കറിയില്ല. പക്ഷേ കൊടുക്കൂല. അത് കാരണം 90% സഭയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ പിന്നെ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ നടക്കുന്നത്. എയിംസ് പോലെയുള്ള ഒരു അതിവിദഗ്ധമായ ഒരു കമ്പനി, ഒരു സ്ഥാപനം വന്നാൽ ഈ ലക്ഷങ്ങൾ കൊള്ള ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, അത് സഭ മാത്രം എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പക്ഷേ അധികം സഭക്കായി പോയെന്നുള്ളൂ. അവർ സഭക്ക് ഇഷ്ടാവില്ല, രക്ഷപ്പെടില്ല. ഇതിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കൊടുക്കുന്നത് ഒരു ചാർട്ട് കൊടുത്തതാണ്. ഒരു മാസം ഇത്ര ഓപ്പറേഷൻ, ഒരു മാസം ഇത്ര ഹൃദയ ശസ്ത്രക്രിയ, അങ്ങനെ കുറച്ച കിട്ടാതെ. അപ്പോൾ അതിൽ വരുന്നവർ യോജിക്കും. ഇപ്പോൾ ഈ റെയിൽവേ ക്രോസ് ചെയ്യുമ്പോൾ റെയിൽവേ ക്രോസ് ചെയ്യാൻ ശിക്ഷ ഉണ്ടല്ലോ. പക്ഷേ സ്ക്വാഡ് വല്ലപ്പുരിക്ക് വരാണെങ്കിൽ അവൻ്റെ കഷ്ടകാലം അവനെ പിടിച്ച് ഫൈനടിക്കും. ആരെങ്കിലും ക്രോസ് ചെയ്യാം, ഇപ്പോഴില്ല. അതുപോലെ ടാർജ് തേക്കാൻ വേണ്ടി അവർക്ക് വരുന്ന ഏതോ ഭാഗ്യം കെട്ടവരാണെങ്കിൽ അവന് എടുക്കും. അങ്ങനെ ടാർജറ്റ് അങ്ങനെയുള്ളതാണ്. അങ്ങനെ കോടികളാണ്. അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്നൊരു ആക്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2011 കൊണ്ടുവന്നു. 14 മോഡി വരുന്നല്ലോ. 2015 കൊണ്ട് എത്ര വർഷമായി? 2021 ഒരു 13 വർഷം കിട്ടും. ആ ഒരു നിയമം ഉണ്ടാക്കുന്ന കുറിച്ച് കേരളത്തിൽ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ കേരള മന്ത്രിസഭ ഭരണകൂടമോ മിണ്ടിയിട്ടുണ്ടോ?
അതുണ്ടാക്കി നമ്മൾ റേഷൻ കടയിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ പേര് വയ്ക്കുമ്പോൾ ദോശക്ക് ഇത്ര ഇഡ്ഡലിക്ക് ഇത്ര എന്ന് പറയുമ്പോൾ വയ്ക്കണം. ഇന്ന ഓപ്പറേഷൻ ഇന്ന റേറ്റ് കഴിക്കണം. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ 2000-3000 പറ്റുമോ? ഞാൻ ഒരു കാര്യം പറയാം, പുളിക്കൻ നമ്മൾ മെഡിക്കൽ ടെസ്റ്റ്, ഞാൻ പറഞ്ഞാലും വ്യക്തമായിട്ട് ഉദാഹരണം അല്ല ഊഹം പറയില്ല. മെഡിക്കൽ ടെസ്റ്റ് നമ്മുടെ എന്താണ് പുളിക്കൻ സാറ് എൻ്റെ സുഹൃത്ത് പറയാൻ പറ്റില്ല, എങ്കിൽ അറിയാം, ഞങ്ങൾ അറിയരുത് ചെറിയ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇത്രയും ജംഗ്ഷൻ സ്ഥലത്ത് ഇതൊരു ലോഡ്ജാക്കിയ പോരെ, എന്താണ് ഈ ഹോസ്പിറ്റലാക്കിയെന്ന് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം അവസാനം ഇത്രയും കൊച്ചായി പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷായ്ക്ക് എന്തറിയാം, ലോഡ്ജായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം 2 പേര് വരുമായിരിക്കും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, ഒരു 8-10 മണിക്കൂർ ഒരു പാർട്ടി വരും, അത് ഒഴിയും, പിന്നെ വേറെ ആൾ. അപ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യം പോയിരിക്കും. 2 പ്രാവശ്യം പോയി അത്ര ലാഭമാണല്ലോ. ഇതെന്നാണ് വരുന്നവൻ്റെ പോക്കറ്റ് വലിപ്പം നോക്കിയാൽ ഞങ്ങൾ ബില്ലിടുന്നത്. ഞങ്ങൾ വരുന്നത് ഒരു 2 ദിവസം കഴിയുമ്പോൾ അവൻ്റെ അറിയാമല്ലോ സിസ്റ്റമൊക്കെ, അതെന്ന് വെച്ചാൽ ബില്ലിടുന്നത്. ചാച്ചി ഇപ്പം എൻ്റെ ഒരു സിനിമ തുലാവാര സിനിമയിൽ അടൂർ ബാസി ഗുമസ്തനാണ്, എല്ലാം ഫണ്ടും എഴുതും, പല വകയൊക്കെ എഴുതും ബില്ല്. അവസാനം ചാച്ചി ചീച്ചി ചില്ലറ ചെല്ലുന്നത് പല വകയിൽ പെട്ടിട്ട് അങ്ങനെ കഴിയും. പിന്നെ ഒരു കണക്കുണ്ടാക്കുക ചീച്ചി എന്ന് പറയുമ്പോൾ എല്ലാം വിട്ട് വെച്ചാൽ പിന്നെയും ബില്ല് കൊടുക്കുകയാണ്. അവരുടെ കപ്പാസിറ്റി, അവൻ്റെ പേഷ്യൻ്റെ വലിപ്പം നോക്കിയാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അറിയാലോ, അവരൊന്നും കേരളത്തിൽ വരാൻ പോകുന്നില്ല, അതിന് സാധ്യതയില്ല. സുരേഷ് ഗോപിയൊക്കെ വലിയ പൊക്കി നടന്നല്ലോ, ഇപ്പോൾ കൊണ്ടുവരുന്നു, ഒന്നും നടക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ UP-യിൽ കാണുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സാറ് കളിച്ച കളിയുടെ വേറൊരു രൂപമാണ് UP-യിൽ കാണുന്നത്. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ 5-6 മാസത്തിൽ അറിയാൻ പറ്റും. ഏതായാലും എനിക്ക് സംഘപരിവാറിനോടും മോഡിജിയോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ വെജിനെ പ്രോത്സാഹിപ്പിച്ച് അവസാനം ഭക്ഷ്യസാധനം കഴിക്കാൻ പറ്റാതെ മനുഷ്യർ പട്ടിണി വെച്ചാവും. വെള്ളക്കാടി എന്താണെങ്കിലും ഇപ്പം തന്നെ പച്ചക്കറിക്ക് എന്നും ഭയങ്കര വിലയാണ്. ഇത് നമ്മൾ നോൺ വെജിനെ കണ്ട് മാറ്റി നിർത്തി കംപ്ലീറ്റ് വെജ് ആയിക്കഴിഞ്ഞാൽ ഏത് തെണ്ടിക്കാണെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ? കഴിക്കണമല്ലോ. അപ്പോൾ അവൻ വായിക്കുമ്പോൾ മുസ്ലിമിന് കൊടുക്കുള്ളൂ, ക്രിസ്ത്യാനി കൊടുക്കില്ല, ഹിന്ദുവിന് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? എല്ലാം ചോദിച്ചില്ലേ, ഓപ്പൺ മാർക്കറ്റില്ലേ, കാശൊന്നും കിട്ടും. അപ്പോൾ സാധനം എത്രയോ മടങ്ങ് വർദ്ധിക്കും, പട്ടിണി വരും, ലഭ്യത കുറയും, വില കൂടും. അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് നിയമം ഉണ്ടാക്കിക്കോ, എന്ത് വിശ്വാസം വെച്ചോ, പക്ഷെ അത് ബി പ്രാക്ടിക്കലായിരിക്കണം, പ്രായോഗികമായിരിക്കണം, ജനങ്ങൾക്ക് ഉതകുന്നതായിരിക്കണം, ജനനന്മയായിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.